അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, സമൂഹം പൊതുവെ തെറ്റ് എന്ന് കരുതുന്ന കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമല്ല ആളുകൾക്ക് നരകം കിട്ടുക, മറിച്ച് നന്മയാണെന്ന് കരുതി ഇതുകൊണ്ട് സ്വർഗം കിട്ടും എന്നൊക്കെ ദുനിയാവിൽ പലതൊക്കെ ചിന്തിച്ചു കൂട്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതിന്റെ പേരിലും നാളെ നരകത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട് എന്നാണ്. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഗാശിയ. എല്ലാവർക്കും മനപ്പാടുള്ള സൂറത്തായിരിക്കും. അതിൽ വരി എന്താ? ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. എന്താ? പണിയെടുത്ത് ക്ഷീണിച്ച് നിൽക്കുകയാണെന്നാണ്. പരലോകത്ത് ചില ആളുകൾ വരും, പണിയെടുത്ത് ഇങ്ങനെ ക്ഷീണിച്ചിട്ടുണ്ട്, കുറെ ചെയ്തുകൊണ്ടെന്ന് അർത്ഥം. ഷോൽക്ക് പോകാനുള്ളത് എവിടുക്ക? തസ്ലാ നാറൻ ഹാമിയ, ചൂടേറിയ കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിലേക്കാണ് ആ പണിയെടുത്ത് ക്ഷീണിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഇനി പ്രവേശിക്കാനുള്ളത് എന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ നേരത്തെ കാലെ കൂട്ടി സൂചിപ്പിക്കുകയാണ്. എന്താണ് അപ്പൊ അതിന്റെ പ്രശ്നം? പണ്ഡിതന്മാർ പല കാരണങ്ങൾ നിരത്തി. ഒന്ന്, വിശ്വാസമില്ലാതെ പണിയെടുത്തതാണ് വിഷയം. നമ്മളിങ്ങനെ ചെയ്യണ്ടേ, ഒരു ഈമാനും ഇല്ല, പരലോകത്തെ കുറിച്ചൊരു ബോധമില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? പിന്നെ പറഞ്ഞു ബിദ്അത്തുകൾ ചെയ്ത് കൂട്ടിയ ആളുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരാത്ത പലതും ദീനിന്റെ പേരിൽ ചെയ്തു കൂട്ടിയത് കാരണത്താൽ സഹോദരങ്ങളെ നാളെ കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വരാനുണ്ടെന്ന് പറയുമ്പോൾ ഉമ്മത്ത് മുഹമ്മദിലേക്ക് ഇന്ന് നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ നഊദു ബില്ലാഹ് നാം കാണുന്ന സിംഹഭാഗം വരുന്ന കർമ്മങ്ങളും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തവയാണ്. അല്ല, ചിലതൊക്കെയും നഖശികാന്തം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർത്തതാണ്. ഇസ്ലാമികപരമായ ഒരു ബാലപാഠം പോലും ഉണ്ടെങ്കിൽ ശരിക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പല കാര്യങ്ങളും ഇന്ന് സ്വർഗം കിട്ടും എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ചെയ്തു കൂട്ടുകയാണ്. ആ കൂട്ടത്തില് വളരെ വൃത്തിഹീനമായ ഒരു കർമ്മമാണ് സഹോദരങ്ങളെ പലപ്പോഴും നേർച്ചാഘോഷം എന്ന് പറയുന്നത്. ഇപ്പൊ അടുത്ത 1-2 ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സമീപ പ്രദേശത്ത് ഖാദർ ഔലിയുടെ ദർഗയോടനുബന്ധിച്ച് ചന്ദനക്കുടം നിറച്ച് നടക്കുകയാണ്. വലിയ ആരവങ്ങളാണ്. വാട്സപ്പിൽ ഇവിടെ അതുമായി ബന്ധപ്പെട്ട വോയിസുകൾ നമുക്ക് അങ്ങനെ ചെയ്യണം, ഇവിടെ എത്ര എണ്ണം സംഘടിപ്പിച്ചിട്ടുണ്ട്, ഇതാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അതൊക്കെ സഹോദരങ്ങളൊന്ന് വളരുന്ന ആത്മാർത്ഥത്തെ ആലോചിക്കും. ഇത് ഇബാദത്താണെങ്കിൽ, ഒരു ദീനിന്റെ പേര് പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ സ്വർഗല്ലേ നമുക്ക് കിട്ടണ്ടേ? സ്വർഗല്ലേ നമുക്ക് കിട്ടണ്ടേ? ഈ ഏർപ്പാട് അതിലൂടെ പിന്നെ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമ്മൾ DJ സംഘടിപ്പിക്കുന്നു, നമ്മൾ ഇന്നോടത്തുള്ള പെട്ടിവരവുണ്ട്, നമ്മൾ ഇന്നോടത്തുള്ള ആനയുടെ എഴുന്നള്ളത്തുണ്ട്, പിന്നെ ശിങ്കാരിമേള ഉണ്ട്, അവിടുന്ന് അങ്ങോട്ട് പലതുണ്ട്. ഒരു 30 സെക്കൻഡ് വോയിസ് ഞാൻ ഇങ്ങനെ കേട്ടു അല്ലേ. പിന്നെ കുറെ ഖുറാനോത്തും മറ്റും മറിച്ചൊക്കെ ഉണ്ടെന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, നിങ്ങള് അത് ചെയ്തിട്ട് ഒരു സ്വർഗം കിട്ടും നിങ്ങൾ കിനാവ് കാണുന്നുണ്ടോ? ആനെങ്ങനെ എഴുന്നള്ളുന്നു, അതിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കുറെ ശിങ്കാരിമേള നടത്തുന്നു, കുറെ ചാടുന്നു, കുറെ ആടുന്നു, കുറെ പിന്നെ പേക്കൂത്തുകൾ നടക്കുന്നു അല്ലെ. എല്ലാണ്ട് അതിന്റെ പിന്നില് അതിന്റെ മറവിൽ പലതും നടക്കുന്നു. ഇബാദത്താണല്ലോ. കിട്ടും നമുക്ക് സ്വർഗം? ഇല്ല സുഹൃത്തുക്കളെ, കിട്ടൂല എന്ന് മാത്രമല്ല, നഊദു ബില്ലാഹ് നരകത്തിലേക്ക് നമ്മൾ നിത്യവാസികളാക്കുന്ന എല്ലാ ഘടകങ്ങളും അതിലുണ്ട്. ഏറ്റവും വലിയ ഘടകം ഏതാ? ശിർക്ക് തന്നെയാണ്. ശിർക്കിന്റെ ഹോൾസെയിലാണ് അവിടെ നടക്കുന്നത്. ആലോചിച്ചോളി. ഒരാവേശത്തിൽ പോയി അതിന്റെ പങ്കാളികളാകുമ്പോൾ, അതിന്റെ പങ്ക് പറ്റുമ്പോൾ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ നമുക്ക് നഷ്ടപ്പെടുന്നത് സ്വർഗമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കത്തിച്ചൊലിക്കുന്ന നരകമാണ്. കാരണം എന്താ? ആ ദർഗയിൽ കടക്കുന്ന ഒരു ശൈഖുണ്ട്. അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താനാണല്ലോ, അദ്ദേഹത്തിന് ബർക്കത്ത് കിട്ടാനാണല്ലോ. ആർക്കാ സഹോദര ബർക്കത്ത് നൽകാൻ കഴിയുക? സൂറത്തുൽ മുൽക്ക് എന്ന് മോദനമെന്ന് പറഞ്ഞില്ലേ? എന്താ ഒന്നാമത്തെ ആയത്ത്? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. ബർക്കത്ത് അവന്റെ കരങ്ങളിലാണ്. ബർക്കത്ത് ചോദിക്കേണ്ടത് അല്ലാഹുവിനോടാണ്. രോഗം വരുമ്പോ ശമനം ചോദിക്കേണ്ടത് അല്ലാഹുവിനോടാണ്. മനസ്സിന്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ പങ്കുവെക്കേണ്ടത് അല്ലാഹുവിനോടാണ്. നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവെക്കേണ്ടത് അല്ലാഹുവിനോടാണ്. ആ റബ്ബിന്റെ മുമ്പിൽ വെക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയോ ചില ദർഗകൾ കൊണ്ടുപോയി വെക്കുന്നു.
റബ്ബിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ ആ പറയപ്പെട്ട ആളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ പേരല്ല ശിർക്കെങ്കിൽ പിന്നെ ഏതാ സഹോദരാ ശിർക്ക്? ശിർക്കാണ് വലിയ പാപമെങ്കിൽ പിന്നെ ഇതല്ല ഏറ്റവും വലിയ പാപം. അതുകൊണ്ട് ആരവങ്ങൾ ഉണ്ടാകും, പക്ഷേ അതിലൂടെ നഷ്ടപ്പെടുന്നത് സ്വർഗമാണെന്ന് നല്ലോണം ആലോചിച്ചു. പിന്നെന്താ? പിന്നെ ഹറാമുകളാണ് അല്ലെ? DJ ഇല്ലാത്തൊരു പരിപാടിയില്ല. അല്ല പറയാ, നിന്റെ അടിമകളുടെ സിഫത്ത് എന്താണെന്നറിയോ, ഗുണം എന്താണെന്നറിയോ? അവർ ഈ രൂപത്തിലുള്ള മ്ലേച്ഛമായ ദീനിലും ദുനിയാവിൽ ഒരു സംഗതി ഇല്ലാത്ത ഇങ്ങനത്തുള്ള പിന്നെ വ്യർത്ഥമായ കാര്യങ്ങളുടെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അവർ മാന്യന്മാരേക്ക് നടന്നു പോകുന്നതാണ്. അതിലേക്ക് ചെവി കൊടുക്കാതെ, അതിലേക്ക് മനസ്സ് കൊടുക്കാതെ വേഗം പോകുന്നതാണ്. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു നീങ്ങുന്ന സമയത്ത് മറ്റു മതസ്ഥരുടെ ഉത്സവം നടക്കുകയാണ്. അവിടെ ശക്തമായ രൂപത്തിൽ മ്യൂസിക്കുകൾ കേൾക്കുകയാണ്. അന്നും അള്ളാഹ് റസൂലിന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ട്. ഇതിന്റെ വേറെ വേർഷൻസ് ഉണ്ട് അല്ലേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെവിയിലേക്ക് വിരലുകൾ തിരികെന്നാണ്. എന്നിട്ട് ഫ്രണ്ടിലേട്ട് നടന്നു. എന്നിട്ട് തൊട്ടടുത്ത സ്വഹാബിനോട് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞോ ആ സൗണ്ട്? നിനക്കിപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് പ്രവാചകൻ ആ ചെവിയിൽ നിന്ന് വിരല് എടുത്തതാണ്. ആ ഉമ്മത്ത് മുഹമ്മദിന്റെ ആളുകളെന്ന് പറയുന്ന ആളുകളാണ് ദുനിയാവിൽ ഇനി കേൾക്കാൻ പാടില്ല അത്രയും വലിയ മ്യൂസിക്കിന്റെ സൗണ്ട് ഇട്ടിട്ട് തുള്ളുന്നു, ചാടുന്നു, ആടുന്നു ഇല്ലേ? എന്ത് ദീനാ സുഹൃത്തുക്കളെ ഇത്? ദീനിന്റെ എന്ത് അംശമാ അതിലൊക്കെ ഉള്ളത്? പക്കാ ശൈത്വാനിയത്താണ്. അള്ളാന്റെ കലാമാണ് ഖുർആനെങ്കിൽ പിശാചിന്റെ കലാമാണ് മ്യൂസിക് എന്ന് പണ്ഡിതന്മാർ. അതുകൊണ്ട് ആ ഹറാമാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെയോ അന്യമതസ്ഥരുടെ സദൃശ്യപ്പെടലാണ് ഇല്ലേ? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹു എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു. നേർച്ചയും പൂരവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വ്യത്യാസം എന്താണ്? ഒരു കൊടിയുടെ വർണ്ണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമായിരിക്കും. അവിടെ കുങ്കുമമാകുമ്പോൾ ഇവിടെ പച്ചയായിരിക്കും. അതിനപ്പുറത്ത് എന്ത് വ്യത്യാസമുള്ളത്? അതിനപ്പുറത്ത് എന്ത് വ്യത്യാസമുള്ളത്? എല്ലാവരും ബായി ആയിട്ട് നടക്കുകയാണ്. പരസ്പരം ക്ഷണിക്കുന്ന ആളുകളെ പോലും നഊദുബില്ലാ നമ്മൾ കാണുകയാണ്. ഞങ്ങളുടെ പൂരം നടക്കാൻ പോകാണ്, നിങ്ങൾ ഉണ്ടാകുമല്ലോ അല്ലേ? അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻവിറ്റേഷൻ, ഞങ്ങളുടെ നേർച്ച അടക്കാൻ നിങ്ങൾ ഉണ്ടാകൂലല്ലേ? ഇതിനൊക്കെ ഒരു പ്രത്യേക മൂല്യം കൽപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. സൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞ്, ജനമൈത്രിയുടെ പേര് പറഞ്ഞ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ശിർക്കാണെന്ന് മനസ്സിലാക്കിക്കോളയും. നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും സ്വർഗം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. പക്ഷെ ഈ ഏർപ്പാടുകളെ കൊണ്ട് സ്വർഗം നഷ്ടപ്പെടും. കാലാകാലമായി സ്വർഗം നമുക്ക് നഷ്ടപ്പെടും. സ്വർഗത്തിന്റെ സുന്ദരമായ പരിമളം പോലും ആസ്വദിക്കാൻ കഴിയാത്ത നിർഭാഗ്യവാന്മാരായി നമ്മൾ മാറും. ഇത് നമ്മുടെ പരലോകത്തെ ബാധിക്കുന്ന കേസാണ്. അതുകൊണ്ട് നല്ലോണം ചിന്തിക്കുക. ഒരാവേശപ്പുറത്തിറങ്ങി എന്തെങ്കിലും ചെയ്തു കൂട്ടുന്നവന്റെ പേരല്ല വിശ്വാസി. ഒരു ബാത്റൂമിലേക്ക് പോകുമ്പോൾ പോലും എങ്ങനെയെന്ന കൃത്യമായ റൂട്ട് നിശ്ചയിക്കപ്പെട്ടവനാ അൽഹംദുലില്ലാ. നമ്മൾ മരിക്കുവോളം സഹോദര നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു റൂട്ടും പടച്ചറബ് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. വളരെ കൃത്യമാണ് നമ്മുടെ ഓരോ നിലപാടുകൾ. എങ്കിൽ ഇത് ദീനാണെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇല്ലെങ്കിൽ നമ്മളും നമ്മുടെ തലമുറയും അതിന് മാറി നിൽക്കണം. പരമാവധി ആളുകൾക്ക് ഈ സത്യം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം സുഹൃത്തുക്കളെ, പറഞ്ഞു കൊടുക്കാൻ കഴിയണം. പിശാച് പല കാര്യങ്ങളും അലങ്കരിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ്. അവർ പലതും ചെയ്തു കൂട്ടും. പിശാച് അതിൽ വല്ലാത്തൊരു അട്രാക്ഷൻ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ നോക്കിക്കിടാൻ സമയത്ത് ഇതൊന്നും ഇപ്പോ അനുഭവിച്ചില്ലെങ്കിൽ പിന്നെ ഇപ്പൊ എന്താന്ന് ചിന്തിക്കും. ഒരു ആവേശപ്പുറത്ത് കളത്തിലേക്ക് ഇറങ്ങും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്കുള്ള യാഥാർത്ഥ്യത്തെ കുറിച്ച് അവന് മറക്കും. അതിൽ ശിർക്കുണ്ട്, അതിൽ ഹറാമുകളുണ്ട്, അതിൽ അള്ളാഹ്ക്ക് നിരക്കാത്തതേയുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊന്നും ഇത് നടത്തുന്ന ആളുകൾ പറഞ്ഞു തരൂല. പറഞ്ഞു തന്നാൽ അവരുടെ ആപ്പീസ് കൂട്ടും, അവരുടെ ഉദരപൂരണം നിൽക്കും, അവരുടെ വരുമാനങ്ങൾ മുട്ടും. അത് പേടിയുള്ളതുകൊണ്ട് ഒരിത് പറയില്ല. സഹോദരങ്ങളെ, നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ ആഖിറമാണ്, പരലോകമാണ്, സ്വർഗമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വളരെ ഗൗരവത്തിൽ ചിന്തിക്കുക, വളരെ ഗൗരവത്തിൽ ചിന്തിക്കുക. ഈ മുസീബത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദയവ് ചെയ്ത് നല്ലോണം ആലോചിച്ചോളിയും. അവനവന്റെ ഖബറിനെ കുറിച്ച് ആലോചിച്ചോളിയും.
അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും എൻ്റെ റസൂലിന്റെ മാതൃക എനിക്കുണ്ടോ എന്നൊന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആ സ്ക്രീനിങ്ങിന് വിധേയമായാൽ, ആ ഒരു ഫിൽട്രേഷന് വിധേയമായി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ജീവിതം വളരെ അല്ലാഹു സുബ്ഹാനഹു വളരെ വ്യക്തമായ പാതയിലാണ് നമ്മളങ്ങനെ ഇട്ടിട്ടുള്ളത്. ഒന്ന് പഠിച്ചാൽ മതി, ഒന്ന് അന്വേഷിച്ചാൽ മതി. പാരമ്പര്യവാദം മാറ്റിവെക്കുക, മുൻവിധികൾ മാറ്റിവെക്കുക. പണ്ടത്തെ പോലല്ല, ദീന് കേൾക്കാനും അറിയാനും നമുക്കൊരുപാട് അവസരങ്ങളുണ്ട്. ശരിക്ക് പഠിക്കുക. നമുക്ക് ആരോടും വേറൊന്നിനും പ്രതിബദ്ധത നമുക്കില്ല, ആരോടും ഒരു വാശിയില്ല, ഒരു വീറുമില്ല. സുഹൃത്തുക്കളെ, നമുക്ക് രക്ഷപ്പെട്ടാൽ മതി. പരലോകത്ത് നമുക്ക് രക്ഷപ്പെട്ടാൽ മതി. നമ്മളെ ഉണ്ടാകുള്ളൂ, നമുക്ക് നമ്മളെ ഉണ്ടാകുള്ളൂ. ഖബറിൽ പോയി കിടക്കുമ്പോ നമുക്ക് നമ്മളെ ഉണ്ടാകുള്ളൂ. ഈ കണ്ട ഏർപ്പാട്ടിലേക്കൊക്കെ നമ്മളെ വിളിച്ചുകൊണ്ട് ഒരുത്തനും വരൂല. ഒലക്ക 6 അടി മണ്ണിലേക്ക് ഇട്ടിട്ട് ഒരു പോകും. അവർ ക്രമേണ നമ്മളെ മറക്കും. പക്ഷേ ചെയ്തു കൂട്ടിയ അമലുകൾക്കനുസരിച്ച് അതിന്റെ ഉള്ളിൽ കടന്ന അദാബുകൾ കൊള്ളുന്നവർ നമ്മളായിരിക്കും. മൻ റബ്ബുക എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ നമ്മൾ കിടുകിടാ വിറക്കും. അതിനപ്പുറത്ത് ആ ചോദ്യശകലങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ പിന്നെ തുറക്കപ്പെടുന്നത് നരകത്തിൽ നിന്നുള്ള ആ ഒരു വാതിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ജീവിതത്തെ സമീപിക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനുള്ള വിശാലമായ മനസ്സ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.